ലക്ഷ്മി ദേവിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? പറയാം, അവസാനം വരെ കേൾക്കണം. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ. മഹാലക്ഷ്മി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? പണ്ട് പണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടഞ്ഞ സമയത്ത് സമുദ്രത്തിന്റെ അടിയിൽ നിന്നും അതിസുന്ദരിയായിട്ടുള്ള ഒരു ദേവി ഉയർന്നു വന്നു. താമരപ്പൂവിന്റെ മാല ആ ദേവി കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദേവീനെ കണ്ട ദേവന്മാരും അസുരന്മാരും ഒക്കെ ഞെട്ടിപ്പോയി. അത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ അവരതിനു മുമ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ആരാണ് ഈ ദേവി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരൊക്കെ പരസ്പരം ചോദിച്ചു നോക്കി. ആർക്കും ആരാണ് ആ ദേവി എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇത്രയും സൗന്ദര്യമുള്ള ഈ ദേവീനെ കണ്ടിട്ട് ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ എൻ്റെ ഭാര്യയാവണം ഈ ദേവി എന്നുള്ള ആഗ്രഹമുണ്ടായി. അവരെല്ലാവരും പ്രതീക്ഷയോടുകൂടി ആ ദേവീനെ ഇങ്ങനെ നോക്കി നിന്നു. പക്ഷെ ദേവി അവരെ ആരെയും ശ്രദ്ധിക്കാതെ നേരെ നടന്നു പോയി ശ്രീ മഹാവിഷ്ണുവിന്റെ കഴുത്തിൽ ആ താമരപ്പൂവിന്റെ മാല കൊണ്ടുപോയി ഇട്ടു. അതെ, മഹാലക്ഷ്മിയുടെ ഉദ്ഭവത്തിനെ പറ്റിയിട്ട് പുരാണങ്ങളിലൊക്കെ കാണുന്ന ഒരു കഥ ഇതാണ്. വേറെയും ചില കഥകളൊക്കെ കാണാറുണ്ട്, പക്ഷെ പൊതുവെ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കഥ ഇതാണ്. മഹാലക്ഷ്മിക്ക് 4 കൈകളാണുള്ളത്. 2 കൈകളിൽ താമരപ്പൂവും, ഒരു കൈ അഭയമുദ്ര, മറ്റേ കൈ വരദമുദ്ര. അഭയമുദ്ര എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അഭയമായിട്ട് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് തരുന്നത്. വരദമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരം വേണമെങ്കിലും എൻ്റെ അടുത്തുനിന്ന് ചോദിച്ചോളൂ എന്നുള്ള ഉറപ്പാണ് തരുന്നത്. പൊതുവെ ദേവിക്ക് 4 കൈകളായിട്ടാണ് പറയാറുള്ളതെങ്കിലും ചില പുരാണങ്ങളിലൊക്കെ 8ഉം 18ഉം കൈകളുള്ള ദേവിയെ പറ്റിയും പരാമർശങ്ങളൊക്കെ ഉണ്ട്. ദേവിക്ക് ശ്രീ, കമല, പത്മ, നാരായണി, വൈഷ്ണവി, നന്ദിക എന്ന വേറെയും ഒരുപാട് പേരുകളുണ്ട്. ഇരുട്ടിൽ നിന്ന് പോലും എല്ലാം കാണാൻ സാധിക്കുന്ന മൂങ്ങയാണ് ദേവിയുടെ വാഹനം. ധനത്തിന്റെ, സമ്പത്തിന്റെ, സമൃദ്ധിയുടെ, അധികാരത്തിന്റെ, ഭാഗ്യത്തിന്റെ, സൗന്ദര്യത്തിന്റെ ഒക്കെ ദേവതയാണ് ലക്ഷ്മി. ലക്ഷ്മി ദേവി കൂടെയുള്ളവരുടെ ഒപ്പം ഈ ഐശ്വര്യങ്ങളൊക്കെ പിന്നാലെ വരുമെന്നാണ് വിശ്വാസം. പക്ഷേ ദേവി വന്നു കഴിഞ്ഞാൽ അവിടെ നല്ല വൃത്തിയും വെടിപ്പും വേണമെന്നുള്ള കാര്യത്തിൽ ദേവിക്ക് നിർബന്ധം തന്നെയാണ്. ലക്ഷ്മി ദേവിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? മദ്യപാനം. സ്ഥിരമായി മദ്യപിക്കുന്നവരെ ശ്രദ്ധിച്ചു നോക്കൂ. ഓജസ്സോ തേജസ്സോ അധികാരമോ പണമോ ഒന്നും അവർക്കുണ്ടാവില്ല. അവരുടെ വീട്ടിൽ കലഹങ്ങളും ധനനഷ്ടവും പതിവായിരിക്കും. സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നതും ലക്ഷ്മി ദേവിയാണ്. സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാവാനും പ്രയാസമുണ്ടാവും. ശരിയല്ലേ? ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കൂടെ മദ്യപാനം നിർത്തുക. ദേവി തീർച്ചയായും വീട്ടിലേക്ക് തിരിച്ചെത്തും. ഓരോ മുഖത്തിലും ഓജസ്സും തേജസ്സും ഉണ്ടാവും. ഓരോ വീട്ടിലും അധികാരവും പണവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവും. സംശയമുണ്ടോ? പരീക്ഷിച്ചു നോക്കൂ. ഓം ശ്രീ മഹാലക്ഷ്മി നമഃ.